ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ട്രീ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചിരുന്ന കമ്പ് ഞാനിപ്പോൾ എടുത്തിരുന്നത് നമ്മൾ തുണിയിടുന്ന ബാസ്ക്കറ്റിൻ്റെ അടപ്പ് എടുത്തിട്ട് ആ അടപ്പിൻ്റെ അകത്തോട്ട് ത്രികോണ ഷേപ്പിൽ ഞങ്ങളത് മൂന്ന് കമ്പ് സെറ്റാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് അത് ഫുൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ മേടിച്ചു വെച്ച ആ പച്ച മാലയും കൊണ്ട് അത് ഫുൾ കവർ ചെയ്തെടുത്തു. 2 മീറ്റർ വെച്ചുള്ള 13 മാലയാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾക്ക് ആ മാല സത്യം പറഞ്ഞാൽ തികഞ്ഞില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു 5 മാലയും കൂടി വേറെ മേടിച്ചു. അത് ഫുൾ ഞങ്ങൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രോഡ്വേയിൽ ഒരുപാട് കടയിൽ തപ്പിയതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു പച്ച കളറിലെ മാലെങ്കിലും കിട്ടിയത്. അതും 13 പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് 13 ഞങ്ങൾ മേടിച്ചായിരുന്നു. പക്ഷെ അത് തികയുമെന്നാണ് ഞങ്ങൾ ഓർത്ത്, പക്ഷെ തികഞ്ഞില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയതിൽ ഇച്ചിരി ഒരു കളറിൻ്റെ ഒരു ഇച്ചിരി വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയെങ്കിൽ എല്ലാം കൂടി ചുറ്റിക്കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാം ഒരേപോലെ തന്നെ വന്നു. ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ആട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ബ്രോഡ്വേയിൽ പോയപ്പോഴത്തേക്ക് മേടിച്ചത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു പച്ച ഇത് തികയാണ്ട് വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിച്ചത്, ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചതിന് 25 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചപ്പോഴത്തേക്ക് അത് 40 രൂപയായിരുന്നു. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഇവിടെ അതിനേക്കാളും വിലയായിരിക്കുമല്ലോ. ബ്രോഡ്വേയിലെ അന്നത്തെ ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് സാവകാശമൊന്നും സാധനങ്ങൾ തപ്പിയെടുക്കാനുള്ളൊരു ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. നമ്മുടെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോരുക, ലാസ്റ്റ് വില ചോദിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കൂടുതലും ചെയ്തത്. അടുത്ത് നമ്മൾ ട്രീയിൽ ലൈറ്റ് ഇടുവാണ്. നമ്മൾ ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റും ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 ലൈറ്റ് ഉണ്ടായിരുന്നു ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ട്. ആ 2 ലൈറ്റ് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് ചുറ്റി വെച്ചു. 3 പേരുണ്ടായിരുന്നതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വട്ടം നാരങ്ങ കളിക്കുന്ന പോലെ 3 പേരും കൂടി ഇങ്ങനെ കറങ്ങി നടന്ന ലൈറ്റ് ഫുൾ ഇട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ലൈറ്റ് ഒന്ന് ജസ്റ്റ് തെളിയിച്ച് നോക്കി കേട്ടോ. അത് കഴിഞ്ഞ് ട്രീയിൽ തൂക്കാനുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് തൂക്കി തുടങ്ങി. ഈ മേരി ക്രിസ്മസ് നെയ്തത് നമ്മൾ ആ ട്രീയുടെ പൊക്കത്തി തൂക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. മാറി മാറി ഓരോന്ന് തൂക്കി തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മയും വന്ന് ഞങ്ങൾ 4 പേരും കൂടി ആ ട്രീയിൽ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തൂക്കിയിട്ടു. ഞാനിപ്പോൾ തൂക്കിയിടുന്ന ആ ഒരു മാനിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ 3 കളേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു റെഡും ഗോൾഡനും സിൽവറും. ഞാൻ റെഡ് തൂക്കാനെടുത്തു, ചേച്ചി സിൽവറാണ് എടുത്തത്, പിന്നെ അമ്മയാണ് ഗോൾഡ് തൂക്കിയിട്ടത്. സ്റ്റാർട്ടിങ്ങിൽ ക്രിസ്മസ് ട്രീ മേക്കിംഗ് വീഡിയോയിലും ഇപ്പോഴത്തെ ക്രിസ്മസ് ട്രീ മേക്കിംഗ് വീഡിയോയിലും കുറേ വ്യത്യാസം നമുക്ക് കാണാം. ആ സമയത്ത് നമ്മൾ വീട്ടിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ പപ്പ വീട്ടിൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന 7 or 8 സ്റ്റാർസ് ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അത്യാവശ്യം കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ കുറേ ലൈറ്റും ഒക്കെ ഇടാറുണ്ട്. പപ്പ എല്ലാ വർഷവും ലൈറ്റ് ഇടാറുണ്ട്. നമ്മുടെ വീട്ടിലും പിന്നെ ഓപ്പോസിറ്റ് വീട്ടിലും ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ 3 വീട്ടിലും എല്ലാ പ്രാവശ്യം ഫുൾ ലൈറ്റ് ഇട്ടിട്ട് ആൾക്കാർ ഞങ്ങളോട് ചുമ്മാ കളിയൊക്കെയൊക്കെ ചോദിക്കും ഇവിടെ എന്താ പെരുന്നാളാണോ എന്ന്. അതുപോലെ ലൈറ്റ് ഇടും, ഫുൾ ലൈറ്റ് ഇട്ട് നല്ല രസമായിരിക്കും. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഈ സമയമൊക്കെ ചേട്ടായുടെ കല്യാണത്തിൻ്റെ തിരക്കും ഒക്കെയായിരുന്നു. ഓടിപ്പിടിച്ചൊരു ക്രിസ്മസ് ആയിരുന്നു. കാരണം ഡിസംബർ 29 ചേട്ടായുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ജാനുവരി 7 കല്യാണം, അങ്ങനെയായിരുന്നു. അപ്പം ചേട്ടായി ലീവിന് വന്നത് 18 or 17 അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കോഴ്സിന് പോയി. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസം അങ്ങനെ എന്തൊക്കെയാണ് അവർ വന്നു. അതുകൊണ്ട് ഫുൾ ഓടിപ്പിടിച്ചുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങളെല്ലാം ഭയങ്കര സമയം എടുത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇട്ടത്. അല്ലാത്തപ്പോൾ ഒരു ചേട്ടൻ വന്ന എല്ലാ പ്രാവശ്യം തങ്കൻ ചേട്ടൻ വന്ന ലൈറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ചേട്ടായും പപ്പയും കൂടിയാണ് ലൈറ്റും എല്ലാം ഇട്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തത്. ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആട്ടോ ഇത്. ചേച്ചി എല്ലാ കാര്യങ്ങളും ഭയങ്കര എൻജോയ് ചെയ്ത് നല്ലതായിട്ട് അടിച്ചു പൊളിച്ചാണ് ചെയ്യുന്നത്.
എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ക്രിസ്മസ് ട്രീ കണ്ടോ, ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ്. പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ചേച്ചി തന്നെ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആട്ടോ ഇത്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രിയിൽ ഞാൻ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. എൻ്റെ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീ എന്നുള്ള കാര്യം എല്ലാവരും കമൻറ്റ് ചെയ്ത് എന്നോട് പറയണം. ഞങ്ങളുടെ ഇവിടെ ക്രിസ്മസ് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഇടും. അതുപോലെ തന്നെ ഞങ്ങൾ അടുത്ത കുറേ ആൾക്കാർ ചേർന്ന് കരോൾ പോകും കേട്ടോ. എനിക്കൊന്ന് 5 വർഷത്തോളം, ഞങ്ങൾ 5 വർഷം മുടങ്ങാണ്ട് ഞങ്ങൾ കരോൾ പോകുന്നുണ്ട്. എല്ലാ കൊല്ലവും സിറിയക്കാണ് ക്രിസ്മസ് പാപ്പ. ഈ പ്രാവശ്യം അവനെ ഒന്ന് മാറ്റി പിടിക്കണമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രോഡ്വേയിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഇത് മേടിച്ചു, ഒരു വടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വീട്ടിലും ഒന്നും പോകത്തില്ല കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് വീടുകൾ, നമ്മുടെ ഈ അടുത്തുള്ള കുറച്ച് വീടുകളിലുണ്ട്. അവിടെ പോകും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് സോൺചേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കേക്ക് മുറിക്കും. അത് ഞങ്ങൾ പടക്കം പൊട്ടിക്കും. പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് രാത്രി പെരുന്നാളിന് പള്ളിയിലും പോകും. ഇതാണ് എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.